നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മിഥുനമാസം 1-ാം തീയതി മുതൽ മിഥുനം 32 വരെയുള്ള, അതായത് 2025 ജൂൺ മാസം 15-ാം തീയതി മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കർക്കിടകക്കൂറ്, പുണർദം കൽ, പൂയം, ആയില്യം ഈ നക്ഷത്ര ജാതകർക്ക് മത്സര പരീക്ഷയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചിലരുടെ സഹായത്താൽ ജോലി നഷ്ടമാകാതെ തിരികെ ലഭിക്കുകയും ധനപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ലാഭം നേടുവാൻ കഴിയില്ല. ഗവൺമെൻറ്റിൽ നിന്നും പല ആനുകൂല്യങ്ങൾ ലഭിക്കുകയും വീട് പുതുക്കിപ്പണിയുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഭൂമിയിൽ കൃഷി ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. കലാകാരന്മാർക്ക് കലയിൽ പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. സഹായികളായി നിന്നവർ വേർപിരിയുകയും രോഗം വന്നു ഭവിക്കുകയും ഭാഗ്യത്തിന് ഇടവിട്ട് മങ്ങലുണ്ടാകുകയും കൃഷിക്കാർക്ക് കൃഷിയിൽ പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് ഉത്തമമാകുന്നു. മകം, പൂരം, ഉത്രംകാൽ, ചിങ്ങക്കൂറ് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. അതായത് മുൻപ് ലിസ്റ്റിലുണ്ടായിരുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അനുകൂല കാലഘട്ടവുമാണ്. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും കലാകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുകയും പുതിയ വിദ്യയ്ക്ക് തുടക്കം കുറിക്കുകയും ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറുന്നു. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ പുരോഗതിയും ധനവർദ്ധനവും വന്നു ചേരുകയും ഇടവിട്ട് വയറുവേദന വർദ്ധിക്കുകയും പുതിയ പ്രേമബന്ധങ്ങൾ വന്നു ചേരുകയും ചില മംഗളകർമ്മങ്ങൾ ഗൃഹത്തിൽ വന്നു ചേരുകയും ഫലമാകുന്നു. വിദേശവാസ യോഗം ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കുന്ന നേട്ടം വിദേശത്തു നിന്നും ഉണ്ടാകുകയില്ല. പരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുക. ഉത്രമുക്കാൽ, അത്തം, ചിത്തിരയുടെ അര, കന്നിക്കൂറ് ഈ നക്ഷത്ര ജാതകർക്ക് ഭൂമി വിൽപ്പനയിലൂടെ ധനലാഭം വർദ്ധിക്കുകയും പുതിയ തൊഴിൽ ലഭിക്കുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിനും അനുകൂലമായ കാലഘട്ടമാകുന്നു. കാലിൽ ചില മുറിവുകൾ, ചതവുകൾ എന്നിവ വന്നു ഭവിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലവിധ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും സഹായികളായി നിന്നവർ ശത്രുക്കളായി മാറുകയും പുതിയ വാഹനയോഗം വന്നു ഭവിക്കുകയും മാതാവിൻ്റെ രോഗത്തിന് ശമനമുണ്ടാകുകയും ലോണുകൾ ലഭിക്കുകയും സ്ത്രീകളിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ വന്നു ഭവിക്കുകയും ബാങ്കിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കുകയും വസ്ത്രത്തിൽ നിന്നും വാഹനത്തിൽ നിന്നും ലാഭം കൈവരിക്കുവാൻ സാധിക്കുകയും ബിസിനസ്സിൽ പുരോഗതിയും പ്രശസ്തിയും വർദ്ധിക്കുന്നതാകുന്നു. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശിവന് ജലധാര നടത്തുന്നതും ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്.